അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന 2 കസ്റ്റമറെ മീറ്റ് ചെയ്യാനാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ പോകുന്നത് ഫറൂഖിയാണ്. ഫറൂഖ് പാലത്തിനോട് പുതിയ സിപ്പ് ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കസ്റ്റമറൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് KCBിലേക്കാണ് കേട്ടോ. കുറച്ച് പേയ്മെന്റ് അടയ്ക്കേണ്ടത്, കറണ്ട് ബില്ലല്ല, നമ്മളെ വർക്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് ബില്ലുകൾ അതൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ഫറൂഖ് പാലത്തിനോട് ഓപ്പൺ ആയിട്ടുള്ള പുതിയ റിവർ വേൾഡ് എന്ന് പറഞ്ഞ പാർക്കിലേക്ക്. ഏപ്രിൽ 12 നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ഇത് ഇനാഗുറേഷൻ ചെയ്തത് കേട്ടോ. കോഴിക്കോട് ജില്ലത്തെ ആദ്യത്തെ അഡ്വഞ്ചർ പാർക്കും ഇത് തന്നെയാണ് കേട്ടോ. നമ്മളെ ചെക്കൻ തന്നെ ഉണ്ടോ നടത്തിപ്പുകാരൻ. അങ്ങനെ നമ്മളിപ്പോൾ കയറി പോകുന്നത് കമ്പ്യൂട്ടർ ഗെയിം സോണിലേക്കാണ് കേട്ടോ. സംഭവം കയറി ഇരുന്നപ്പോൾ കുറച്ച് നേരമൊന്നുമില്ല, ഏകദേശം അരമണിക്കൂറാണ് ഞാൻ ഈ കാർ ഓടിച്ച് കളിച്ചത്. കാർ ഓടിച്ച് മതിയായി. പിന്നെ നമ്മൾ നേരെ പോയത് സിപ്പ് ലൈനിൽ കയറാനാണ്. സിപ്പ് ലൈന് മാത്രമല്ല കേട്ടോ, കേബിൾ കാറും ഇവിടെ ഉണ്ട്. അങ്ങനെ സിപ്പ് ലൈനിൽ കയറാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പപ്പു പറഞ്ഞ പോലെ പറച്ചോനങ്ങൾ കാത്തോട് നിന്നിട്ട് ഒറ്റ പോക്കാണ്. ഞാൻ പുറത്ത് ഭയങ്കര ശരിയാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര പേടിയിരുന്നിട്ടോ. കാരണം നമ്മൾ ഈ പാലത്തുമ്പോൾ പല വാഹനങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഈ ചാലർ പോയിന്റ് മുകളിലൂടെ സിപ്പ് ലൈന് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അഥവാ വീണ് കഴിഞ്ഞാൽ നീന്താൻ അറിഞ്ഞിട്ടും കാര്യമില്ല, നല്ല അടിയൊഴുക്കുള്ള പുഴയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പേടി കൂടാൻ കാരണം. അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരം 5:30. പിന്നെ നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്കാണ്. അവിടെ നമ്മളൊരു 5-6 ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടേക്ക് പോകും. അവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടു. പിന്നെ കിച്ചൺ നോളം അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഫുള്ളും ഞങ്ങളായി കിച്ചൺ. ഞങ്ങൾ വരുന്ന സൂചന കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ കണ്ടുകൊണ്ട് അതങ്ങോട്ട് ചെത്തി. പിന്നെ കുറച്ച് ഉപ്പ് മുളകൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും അതങ്ങോട്ട് തീരുമാനാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ചടങ്ങിലേക്ക്. ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട് സമയം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 38 കിലോമീറ്റർ ഉണ്ട് എനിക്ക് എന്റെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് വീഡിയോ നിർത്താൻ കേട്ടോ. ബൈ ബൈ.